ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചാരുമോളുമായിട്ട് സ്നോ സ്റ്റോം കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇതൊരു 1 hour പ്രോഗ്രാമാണ്. നമ്മൾ അടുത്ത ബാച്ചായിട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും സോക്സ് കരുതണം. ബാക്കി ജാക്കറ്റും ബൂട്ട്സും ഹാൻഡ് ഗ്ലൗസും ഒക്കെ ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി അഥവാ സോക്സ് നമ്മൾ കരുതിയിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു ഷോപ്പുണ്ട്, അവിടുന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്നോ സ്റ്റോമിലേക്ക് പോകാം. അങ്ങനെ അവിടെ ചെന്ന് അവർ തന്ന ജാക്കറ്റും ബൂട്ട്സും ഒക്കെ ഇട്ട് ചാരുമോള് റെഡി ആയിട്ട് നിൽക്കുവാണ് സ്നോയിലേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ സ്നോയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് 45 minutes ആക്ടിവിറ്റിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള 15 minutes സ്നോഫോൾ വിത്ത് DJ ആണ്. പക്ഷേ ഇവിടുത്തെ 45 minutes പെട്ടെന്ന് തീരും. കാരണം ഇവിടെ ഒരുപാട് റൈഡ്സുകളുണ്ട്. അതിലൊക്കെ ഒരു പ്രാവശ്യം കയറി ഇറങ്ങുമ്പോഴത്തേക്കും 45 minutes കഴിയും. -10 degree ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഈ 1 hourനുള്ളിൽ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ തോന്നിയാൽ നമുക്ക് എമർജൻസി എക്സിറ്റ് ഉണ്ട്. പക്ഷേ റീ എൻട്രി അവൈലബിൾ അല്ല. ചാരുമോള് താഴെ ഇറങ്ങാൻ ഒട്ടും തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ചാരുമോൾക്ക് അങ്ങ് പേടിയായിരുന്നു അതുവഴി നടന്ന് അങ്ങ് വീണു പോകുമോ എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ കുറച്ചു നേരം നിർത്തിയിട്ട് പിന്നെ ഞങ്ങൾ ഉടനെ ഇങ്ങെടുത്തു. പിന്നെ ഇവിടെ ഫോട്ടോസ് എടുത്ത് തരും, അതിനവിടെ ആൾക്കാരുണ്ട്. പക്ഷേ അത് ചാർജബിൾ ആണ്. അതുപോലെ അവിടെ ഒരു കോഫി ഷോപ്പും ഉണ്ട്. അവിടെ നമുക്ക് കോഫി എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കാം, അതും ചാർജബിൾ ആണ്. അപ്പോൾ നമുക്കിവിടുത്തെ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം.
അങ്ങനെ 45 മിനിറ്റ്സ് കഴിഞ്ഞു. ഇപ്പം സ്നോഫോൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് വിത്ത് DJ. അപ്പം നമുക്ക് നോക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.